യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% തീരുവ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ ഭയക്കുന്നില്ലെന്ന് ചൈന. യുഎസിന്റേത് ഏകപക്ഷീയമായ ഭീഷണിയാണെന്നും ഇതിനെ ചെറുക്കുവാൻ യൂറോപ്യൻ യൂണിയൻ തങ്ങളുമായി കൈകോർക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു. സ്പാനിഷ് പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസുമായി ബെയ്ജിംഗിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇക്കാര്യം പറഞ്ഞത്. വ്യാപാര യുദ്ധം മറികടക്കാൻ ചൈനയുമായി സഹകരിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനെ ഷീ മുന്നറിയിപ്പ് നൽകിയതായും ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ പറഞ്ഞു. ഏകപക്ഷീയമായ ഭീഷണിപ്പെടുത്തലിനെ സംയുക്തമായി ചെറുക്കണം. ഇത് രാജ്യാന്തര നീതിയുടെ സംരക്ഷണത്തിന് അനിവാര്യമാണ്. ചൈന ഈ യുദ്ധങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അത് ഭയപ്പെടുന്നുമില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുഎസ് ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരം പെരുമാറ്റങ്ങൾ അവസാനിപ്പിക്കണം. യുഎസിന്റെ ഈ തന്ത്രങ്ങൾ ചൈനയുടെ അടുത്ത് വില പോകില്ല എന്നും ചൈനീസ് വക്താവ് പറഞ്ഞു. ചൈനയിൽ നിന്ന് പ്രതിവർഷം $50 ബില്യൺ സാധനങ്ങളാണ് സ്പെയിൻ ഇറക്കുമതി ചെയ്യുന്നത്. വ്യാപാരത്തെ ചൊല്ലിയുള്ള രാജ്യാന്തര തർക്കങ്ങൾ ചൈനയും യൂറോപ്യൻ യൂണിയനുമായുള്ള സഹകരണത്തിന് തടസ്സമാകരുതെന്നാണ് സ്പെയിനിന്റെ നിലപാട്. യുഎസ് ഒരു വ്യാപാര യുദ്ധത്തിന് ചൈനയെ നിർബന്ധിച്ചാൽ ചൈന അവസാനം വരെ പോരാടുമെന്നും ചൈനീസ് വക്താവ് വ്യാഴാഴ്ച പറഞ്ഞു. ട്രംപിന്റെ ഏറ്റവും പുതിയ നടപടി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലിന്റെ ആഴം കൂട്ടിയിരിക്കുകയാണ്. ചുങ്കം ഏർപ്പെടുത്തുന്നതിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും 90 ദിവസത്തേക്ക് ഇളവ് അനുവദിച്ചപ്പോൾ ചൈനയെ ട്രംപ് ഒഴിവാക്കിയില്ല. യുഎസ് ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം നേരത്തെ പ്രഖ്യാപിച്ച 34% നിന്ന് 84% ചൈന വർദ്ധിപ്പിച്ചതിന് പകരമായാണ് ചൈനയുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഷ്യം. ആഗോള വിപണിയിൽ ചൈന മറ്റു രാഷ്ട്രങ്ങളോട് പുലർത്തുന്ന ബഹുമാനക്കുറവാണ് ചൈനയുടെ മേൽ അധിക നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള കാരണമെന്നാണ് ട്രംപ് പറയുന്നത്. തിരിച്ചും തീരുവ വർദ്ധിപ്പിച്ചാൽ അധിക ചുങ്കം ഏർപ്പെടുത്തുമെന്നും അല്ലാത്ത പക്ഷം 90 ദിവസം ചുങ്കം വർദ്ധിപ്പിക്കുന്നത് നിർത്തിവെക്കാമെന്നും രാജ്യങ്ങളെ അറിയിച്ചു. തിരികെ നികുതി വർദ്ധിപ്പിക്കാതെ സഹകരിച്ച രാഷ്ട്രങ്ങളെ അധിക നികുതിയിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ ചൈന അതിനെതിരെ പ്രവർത്തിച്ചതിനാലാണ് തീരുവ വർദ്ധിപ്പിച്ചതെന്നും ട്രംപ് പറഞ്ഞിരുന്നു.